അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോൾ മറന്നുപോകുന്ന ദഅവത്തുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ദഅവത്തിന്റെ പരിധിയിൽ നമ്മൾ കാണാത്ത കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ളവരോടുള്ള ദഅവ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളാണ്. നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ മക്കളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ നന്മയിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക്. അവർ നിന്നെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നീ മാതൃകയാകേണ്ടത് പ്രവർത്തനത്തിലൂടെയാണ്. അവർ കുറേ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നീ പ്രവർത്തിക്കുക എന്നത് അവരെ അതിലേക്ക് വളരെ വേഗം അടുപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ വിളിക്കുന്നത് കണ്ടു. നീ ഇങ്ങോട്ട് വാ, എനിക്കൊരു കാരക്ക തരാം. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, എന്റെ കയ്യിൽ കാരക്കയുണ്ടോ? കാരക്ക കയ്യിലില്ലാതെയാണ് നീ ആ കുട്ടിയെ വിളിച്ചിരുന്നത് എങ്കിൽ നീ പറഞ്ഞത് കളവാണ്. അങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് കളവാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ ബാധിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. കുട്ടികളെ ഒരു വ്യക്തിയായി കാണാതിരിക്കുക എന്നത്, അവരോടുള്ള കളവ്, അവരോടുള്ള വാഗ്ദത്ത ലംഘനം, അവരോടുള്ള വാക്കുകൾ പാലിക്കാതിരിക്കുക, അതൊരു പ്രശ്നമായ ആളുകൾ കാണുന്നില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോകും, എന്നാൽ ചിലപ്പോൾ രാത്രി ആയിരിക്കും വരുന്നത്. ആ വാക്ക് കുട്ടിയെ പഠിപ്പിക്കുന്നത് വാക്ക് പറഞ്ഞാൽ ലംഘിക്കാമെന്നാണ്. നീ അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ വരാതിരിക്കും, എന്നല്ലേ നീ പറയാ രാത്രി വരും. കൃത്യമായി പറഞ്ഞു കൊടുക്കുക, കളവ് പറയരുത്. ചെറിയ കാര്യത്തിലാണ് എങ്കിലും കുട്ടികളോട് കളവ് പറയരുത്, അവരോട് വാഗ്ദത്തം ലംഘിക്കരുത്. അഥവാ വാഗ്ദത്തം മറന്നുപോയാൽ മുട്ടായി വാങ്ങിച്ചിട്ട് വരട്ടെ വാപ്പ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി എങ്കിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് മാതൃകയാവുക എന്നത് പ്രവർത്തനത്തിലൂടെ നാം കാണിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ 10 കൊല്ലം സേവിച്ചിട്ടുണ്ട്. അവിടുന്ന് ചില കാര്യങ്ങൾ എന്നോട് കൽപ്പിക്കും, ഞാനത് മറന്നുപോകും. ഞാൻ കളിക്കുന്നയാളാണ് എന്നത് കുട്ടികളൊപ്പം കളിക്കാൻ വേണ്ടി പോയി ആ കളിയിൽപ്പെട്ട് ഞാനത് മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നെന്നോട് ചോദിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അവിടുന്ന് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റായി ചെയ്താൽ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ദഅവത്താണ്. രക്ഷിതാക്കൾ അവരുടെ മക്കളോട് അവരുടെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദഅവത്താണ്. നിനക്ക് ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകാവുന്ന വലിയ സ്വത്തുകളിൽ ഒന്നാണ് നിന്റെ മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് തന്റെ മക്കളിലൂടെ വേണമെങ്കിൽ 5ഉം 6ഉം 7ഉം 8ഉം മനുഷ്യരുടെ ആയുസ് ജീവിച്ചു തീർക്കാൻ സാധിക്കും. കാരണം നിന്റെ മക്കൾ നിന്നെ കൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം നിന്നിലേക്ക് വരവെക്കുന്നതാണ്, നിന്റെ നന്മയിൽ രേഖപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് 5 മക്കളുണ്ട്, 5 മക്കളെ സാലിഹീങ്ങളായി ബാക്കി വെച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. ഈ 5 മക്കൾ ചെയ്യുന്ന നന്മകൾ അത് ഈ പിതാവിന്റെ നന്മകളിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ 5ഉം 6ഉം ആളുകളുടെ ആയുസ് ജീവിച്ചതുപോലെ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നന്മകളാണ് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം, മക്കളുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം, അവരെ നന്മയിൽ വളർത്തുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഉന്നതമായ പദവിയാണ് അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കുമ്പോൾ അയാളെക്കാൾ ഉന്നതമായ പദവിയിലുള്ള ആളുകളോടൊപ്പമാണ് അയാൾ ഇരിക്കുന്നത്. അയാൾ ചോദിക്കും, അല്ലാഹു ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അയാളോട് മറുപടി നൽകപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കാരണത്താലാണ്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നത് എന്താണ് എന്ന ബോധ്യത്തിലായിരിക്കുക നമ്മുടെ മക്കളോട് പെരുമാറുന്നത്. നിനക്ക് ഒന്നല്ലെങ്കിൽ ഷർറായ ഒന്ന് വിട്ടേച്ചു പോകാം, അല്ലെങ്കിൽ ഖൈറായ ഒന്ന് വിട്ടേച്ചു പോകാം.